ലൈംഗികാരോപണം നേരിടുന്ന നടൻ നിവിൻ പോളി അന്വേഷണ സംഘത്തിനും ഡിജിപിക്കും പാസ്പോർട്ടിന്റെ കോപ്പി കൈമാറി. പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ വിദേശത്തല്ലായിരുന്നു താൻ എന്ന് തെളിയിക്കുന്ന രേഖകളാണ് കൈമാറിയത്. ഇതേ ദിവസം നടന്ന സിനിമയുടെ ചിത്രീകരണ വിവരങ്ങളും നൽകി. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്കുശേഷം സിനിമയുടെ ഷൂട്ടിലായിരുന്നു നിവിനെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം പുലർച്ചെ വരെ നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്നും പരാതി വ്യാജമാണെന്നും സംവിധായകൻ വിനീത് വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള ബലാത്സംഗ കേസിൽ ഡിജിപിക്ക് വിശദമായ പരാതി നിവിൻ പോളി നേരത്തെ നൽകിയിരുന്നു. ദുബായിൽ വെച്ച് നിവിനും സംഘവും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് ആവശ്യം. കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് നിലവിൽ നിവിനെതിരെ കേസുള്ളത്. കേസിൽ ആരോപിക്കുന്ന കഴിഞ്ഞ ഡിസംബറിൽ താൻ കേരളത്തിലുണ്ടായിരുന്നുവെന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പറഞ്ഞിരുന്നു. ഇതിനിടെ നിവിന് പിന്തുണയുമായി നടി പാർവതി ആർ കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു. തന്റെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം നിരത്തിയാണ് പാർവതി ആർ കൃഷ്ണയുടെ ഈ വെളിപ്പെടുത്തൽ. ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിനോടൊപ്പം നിൽക്കുന്ന തന്റെ ചിത്രമടക്കം പങ്കുവച്ചാണ് പാർവതി നടന് പിന്തുണ അറിയിച്ചത്. അന്നേ ദിവസം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും യുവനടി ഇതിനോടൊപ്പം പുറത്തുവിട്ടു. On 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്.